നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡെവലപ്മെൻറ്റ് സീരീസ് പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് നമ്മുടെ ഗൾഫിലേക്ക് ഒരു കപ്പൽ യാത്ര വന്നാലോ, അല്ലെങ്കിൽ ഒരു കപ്പൽ സർവീസ് വന്നാലോ, അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നല്ലേ. ഇത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെട്ടാൽ അതിലും ഗംഭീരമല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത് ശരിക്കും ഒരു പോസിബിൾ ആവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് ഒരു കപ്പൽ സർവീസ്, അതും നമ്മുടെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ. നമ്മളെ സാധാരണക്കാർ ഇപ്പോൾ ഗൾഫിലേക്ക് ഒട്ടനവധി പേരുണ്ട്. പണ്ടും ഗൾഫിൽ ഒട്ടനവധി പേര് ജോലിക്കായിട്ടും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടും പോകുന്നവരുണ്ടായിരുന്നു. നമ്മുടെ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ പോയിട്ട് സെറ്റിൽ ആവാനായിട്ട് പോകുന്നവരല്ല, ഗൾഫിൽ പോകുന്ന പകുതിയിൽ കൂടുതൽ പേരും അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് അനുബന്ധ മേഖലകളിലും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ നാട്ടിലേക്ക് കുറച്ച് കാശെങ്കിലും അയച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ഗൾഫ് മേഖലയിലുള്ള അധികം പേരും. അപ്പോൾ ഇങ്ങനെ പോകുന്നവർ പല ആവശ്യത്തിനായിട്ട് നാട്ടിലേക്കൊക്കെ വന്ന് പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് സാധാരണ രീതിയിലും നല്ലൊരു എമൗണ്ട് ഈ എയർ ടിക്കറ്റിന് തന്നെയാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, ഏകദേശം ബേപ്പൂരിൽ നിന്നോ കൊച്ചിയിൽ നിന്നോ, ഇനി ഭാവിയിൽ തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ തോന്നും നമ്മളിതൊരു കോൺസെപ്റ്റ് വീഡിയോ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായുമല്ല. ഇത് നമ്മുടെ ഹൈവീഡൻ MP നമ്മുടെ ലോക്സഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചത് പ്രകാരം നമ്മുടെ ഈ പറയുന്ന തുറമുഖ വകുപ്പ് മന്ത്രിയായ സർബാനന്ദ് സോണിവാളിൽ നിന്ന് ലഭിച്ചൊരു ഉത്തരമാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മുടെ ബേപ്പൂർ കൊച്ചി UAE സർവീസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിന് വേണ്ട ടെൻഡർ നടപടികൾ സ്വീകരിക്കാനായിട്ട് നോർക്ക റൂട്ട്സിനെയും അതുപോലെ തന്നെ കേരള മാരിടൈം ബോർഡിനെയും ഇപ്പോൾ അവരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റുകൾ ഇതിനെ നോക്കി കാണുന്നുണ്ട്. ഇതിനൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ എയർലൈൻ ഫെയറിൽ നിന്ന് 1/3 മാത്രം കൊടുത്ത് നമുക്ക് ഈ പറയുന്ന നാട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ഒട്ടനവധി ലഗേജ് കൊണ്ടുവരാൻ, ഇപ്പോഴത്തെ എയ്റോപ്ലെയിനിൽ കൊണ്ടുവരുന്നതിനേക്കാളും 3 ഇരട്ടിയോളം ലഗേജ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുമാണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ലഗേജും കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കറിയാം നമ്മുടെ എയർലൈൻസിലൊക്കെ ഇപ്പോൾ എക്സ്ട്രാ ലഗേജ് കൊണ്ടുവരുന്നതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ ഒരു ലഗേജ് കൂടിയാൽ പോലും നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും കുറേ അധിക കാശ് ഈടാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നിലനിന്ന് വരുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ മിക്ക സർവീസുകളും ബഡ്ജറ്റ് സർവീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഗേജിൻ്റെ ലിമിറ്റൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മുടെ ഗൾഫ് സെക്ടറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കപ്പലിൽ വരുമ്പോഴത്തേക്കും കുറച്ച് ദിവസങ്ങൾ കൂടുതലെടുത്തുനിന്ന് വരാം. പക്ഷേ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറച്ച് കാശ് കൊടുത്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നാട്ടിലേക്ക് വരാനും അതുപോലെ തന്നെ ഒട്ടനവധി പേർക്ക് നാട്ടിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് മറ്റൊരു സംഗതി കൂടെ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കപ്പൽ സർവീസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആശ്രയിച്ച് പോകുന്നവർ നമ്മുടെ എയ്റോപ്ലെയിൻസ് തന്നെ ചൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുറച്ച് സമയമെടുത്ത് എന്നാൽ കാശ് കുറഞ്ഞ രീതിയിൽ കുറച്ച് കാശൊക്കെ സേവ് ചെയ്ത് ആ കാശ് നാട്ടിലുള്ളവർക്ക് ഉപകാരപ്പെടുന്നുവല്ലോ എന്ന് ഓർത്ത് വരുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും എയർലൈൻസുകൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിങ് കൊണ്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഒരു പരിധി വരെയൊക്കെ ഒരു കോമ്പറ്റീഷൻ അവിടെ ഉരുത്തിരിഞ്ഞ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എൻഡ് യൂസറായ ജനങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾനെസ്സും ഇതുകൊണ്ട് വരും. അതുമാത്രമല്ല, നമുക്ക് ഭാവിയിൽ നമ്മുടെ കേരള കോസ്റ്റും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല കോസ്റ്റുകളും തമ്മിൽ ബന്ധിപ്പിച്ച് ഡൊമസ്റ്റിക് ക്രൂയിസും തുടങ്ങാനായിട്ട് സാധിക്കും. ഇൻ്റർനാഷണൽ ക്രൂയിസ് ഇപ്പോൾ ഓൾറെഡി തന്നെ സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ വളരെ മികച്ച രീതിയിൽ ക്രൂയിസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടാൽ അറിയാൻ സാധിക്കും, യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലുമൊക്കെ വളരെയധികം ഫ്ലറിഷ് ചെയ്ത് കിടക്കുന്ന ഒരു ടൂറിസം മേഖലയാണ് നമ്മുടെ ക്രൂയിസ് ടൂറിസം എന്ന് പറയുന്ന കാര്യം. ഈ ക്രൂയിസ് ടൂറിസം നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും നമ്മുടെ കേരളവും അതുപോലെ മാൽഡീവ്സും ശ്രീലങ്കയും നമ്മുടെ ഈസ്റ്റേൺ സെക്ടറിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു ടൂർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടൂറിസം വർദ്ധിക്കും, നമ്മുടെ നാട്ടിലേക്ക് വിദേശ നാണയം വരും. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിലോട്ടും കേരളത്തിലോട്ടൊക്കെ വരാനായിട്ട് സാധിക്കും. ഇതൊരു ബ്രോഡർ പിക്ചറായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം
കുറച്ച് കണക്കുകളനുസരിച്ച് പുതിയ കുറേ കാര്യങ്ങളും അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലോട്ട് ഏറ്റവും കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൂറിസ്റ്റുകൾ വരുന്നത് അത് സത്യം പറഞ്ഞാൽ കേരളത്തിലേക്കാണ്. കാരണം കേരളത്തിലെ മറ്റൊരു കണക്ക് ഇപ്പോൾ സ്റ്റാഗറിംഗ് ആയിട്ടുള്ള കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടൽസ് ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വിദേശികളെ കൊണ്ട് മാക്സിമം ഇവിടെ സ്പെൻഡ് ചെയ്യിക്കുക. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങളും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് കമ്മ്യൂട്ടിനായിട്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടും വരും. അതുകൂടാതെ ഒരു ക്രൂയിസ് ഒക്കെ നമ്മുടെ ഈ ഒരു സെക്ടറിൽ തുടങ്ങുമ്പോൾ ആ രീതിയിലുള്ള വളർച്ചയും നമ്മുടെ നാട്ടിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ വളരെയധികം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പുതിയ പുതിയ ക്യാഷ് ഉണ്ടാക്കുന്ന മാർഗ്ഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഭാവിയിൽ ഒരു സേഫർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് തന്നെയാണ്. വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വരുന്ന വരുമാനം നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും അത് പ്രോപ്പർലി റൺ ചെയ്ത് കഴിഞ്ഞാൽ. അതൊക്കെ ലോങ് ടൈമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ വളരെയധികം സാമ്പത്തിക ഞെരുക്കം ഇപ്പോൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഈ സമയത്ത് പലതും ചിന്തിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ, പുതിയ പുതിയ ഓപ്ഷനുകളെല്ലാം നമ്മൾ തേടുന്നു പോകേണ്ടി വരും. അപ്പോൾ എല്ലാം ഒരു ബിസിനസ് ഓറിയൻറ്റഡ് മൈൻഡ് കൂടി നമുക്ക് ഇനി ഭാവിയിൽ വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ലോകം പോകുന്നത്, അല്ലാതെ നമ്മുടെ മാത്രം അഭിപ്രായമല്ല. അപ്പോൾ ഇപ്പോൾ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ഈ സർവീസ് വരുന്നത് സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിൽ. അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോയി അതിന് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെയധികം നല്ല രീതിയിലുള്ള വികസനങ്ങളും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓപ്ഷനുകളും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം ബ്രൈനസ് രാജ്. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.